സുമനസ്സുകളുടെ സഹായം തേടി മിഥുനും കുടുംബവും. കഴിഞ്ഞ 2 വർഷങ്ങളായി കരൾ രോഗം ബാധിച്ച് കിടപ്പിലാണ് ഈ 38-കാരൻ. പുളിയഞ്ചേരി കുറുളി ക്ഷേത്രത്തിന് സമീപത്ത് താമസിക്കുന്ന മിഥുനിന്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. കഴിഞ്ഞ 2 വർഷത്തോളമായി മിഥുൻ കരൾ രോഗം ബാധിച്ച് ചികിത്സയിലാണ്. കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ മാത്രമാണ് ജീവൻ രക്ഷിക്കാനുള്ള ഏക പോംവഴി. എനിക്ക് ആദ്യം ശരീരം ക്ഷീണിക്കരുത്. അപ്പം ഡോക്ടറെ കാണിച്ച സമയത്ത് ഡോക്ടർ പറഞ്ഞു പിന്നെ അത് ഫാറ്റി ലിവറാണെന്ന് പറഞ്ഞു. അങ്ങനെ ഫാറ്റി ലിവർ മരുന്ന് കഴിച്ച് മാറുന്നില്ല. അങ്ങനെ പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡായിട്ട് ഡോക്ടറെ കാണിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ജനറ്റിക്കായ അസുഖമാണ്. ഇത് 1 ലക്ഷത്തിൽ ഒരാൾക്ക് വരുന്ന അസുഖമാണ്. ഈ അസുഖത്തിൻ്റെ പേര് വിൽസൺ ഡിസീസ് എന്നാണ്. ഇത് പിന്നെ അച്ഛനമ്മേൻ്റെയും ബ്ലഡ് ഗ്രൂപ്പിൽ എന്തോ ഒരു മാച്ചിങ് ഉണ്ടായിട്ട് വരുന്ന അസുഖമാണ്. അങ്ങനെയാണ് മനസ്സിലായത്. ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയായിരുന്നു വർക്ക് ചെയ്തത്? ഞാൻ റെനോൾഡിലെ മാനേജറായിരുന്നു. പെട്ടെന്ന് ഒരു ദിവസം ക്ഷീണം വന്നു, കാണിച്ചു, ബോധം പോയി കാണിച്ചപ്പോൾ അവർ ലിവർ സിറോസിസാണ് പറഞ്ഞു. ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടുണ്ട്. എങ്ങനെയാണ് ഇപ്പോൾ? നടക്കാൻ ബുദ്ധിമുട്ടാണ്. ജോലിക്കൊന്നും പോകാൻ പറ്റില്ല. പിന്നെ കണ്ടിന്യൂസ് മെഡിസിനാണ്. മെഡിസിൻ്റെ മുകളിലാണ് ജീവിക്കുന്നത്. മെഡിസിൻ മുടങ്ങാൻ പാടില്ല. അപ്പോൾ ഞങ്ങളുടെ സാമ്പത്തിക ശേഷി വളരെ മോശമാണ്. ഇപ്പം മരുന്നിൻ്റെ മുകളിലാണ്. അവരത് സഹായിച്ചിട്ടൊക്കെയാണ് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. വലിയൊരു തുക മരുന്നിനായിട്ടുണ്ടാവും അല്ലേ? ഒരു ദിവസത്തേക്ക് എത്ര മരുന്നിന്? ഒരു 2000 രൂപേൻ്റെ അടുത്ത് മരുന്ന് വേണം. ഒരു മാസം എങ്ങനെയായാലും 10-12,000 രൂപേൻ്റെ മരുന്ന് മാത്രം വേണം. കരൾ രോഗം വന്നിട്ട് 2 വർഷത്തോളമായി സുഖമില്ലായിരുന്നു. പിന്നെ നാട്ടുകാരും പിന്നെ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതിനുള്ള പൈസയൊക്കെ കൊണ്ട് കുടുംബങ്ങളൊക്കെ സഹായിച്ചിട്ട് ഇത്രയും കാലം മരുന്നും ഗുളിയൊക്കെ മുന്നോട്ട് പോയി. ഇപ്പം തീരെ വയ്യാത്തൊരവസ്ഥയിലാണ്. പിന്നെ കടമുണ്ട്, വീടൊക്കെ എടുത്ത് വീടിൻ്റെ പണിയൊക്കെ തീർന്നതോടുകൂടി മോന് സുഖമില്ലാണ്ടായത്. അതോടുകൂടിയാണ് ജോലിക്കും പോകാണ്ടായി. ഇനി മുന്നോട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഗുളിക വാങ്ങാൻ കൂടെ പൈസ ഇല്ലാത്തൊക്കെ ഒരവസ്ഥയിലേക്കാണ് വരുന്നത്. ഇതുവരെ എല്ലാവരും സഹായിച്ച് ഇത്രയും കാലം മുന്നോട്ട് പോയത്. എല്ലാവരും പണിക്ക് പോകുന്നില്ല. അച്ഛൻ സുഖമില്ലാണ്ടിരിപ്പാണ്. എനിക്കും പണിക്ക് പോകാനൊന്നും ആവുന്നില്ല. അവന് സുഖമായിട്ട് വരുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറെ അടുത്ത് പോകുന്നതുകൊണ്ട് വേറൊരു ജോലിക്ക് കയറാനൊന്നും ആകുന്നില്ല. ഒരു പണിക്കും പോകാനാകുന്നില്ല. അപ്പോൾ അവൻ്റെ നിത്യേനയുള്ള ചിലവിനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ജീവിതത്തിന് തന്നെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ കഴിയുന്ന സഹായം ചെയ്തെന്ന ഉപകാരമായിരിക്കും. എൻ്റെ മോൻ്റെ ജീവൻ രക്ഷിക്കണം. അവന് ഓപ്പറേഷൻ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഓപ്പറേഷൻ ഇപ്പോൾ ഇത്രയും വൈകി. 3 മാസത്തിനുള്ളിലൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത്രയും ഇതുകൊണ്ട് മരുന്നുകൊണ്ടൊക്കെ അവനങ്ങനെ മുന്നോട്ട് പോയതാണ് ഇതുവരെ. ഓപ്പറേഷൻ എത്ര വേണമെന്നാ 30-35 വേണമെന്നാണ് പറഞ്ഞത്. ഓപ്പറേഷന് മാത്രം 1 ലക്ഷം. ബാക്കി ഇതൊന്നും കൂടാണ്ട് അങ്ങനെ വേണമെന്നാണ് പറഞ്ഞത്. ഹോസ്പിറ്റലിൽ മാത്രം 35 ആവും.
വിചാരിച്ച് കടമൊക്കെ വാങ്ങി വീട് പണി തീർത്ത്. അവൻ്റെ ഭാര്യ ഉണ്ടായിരുന്നു അന്ന്. രണ്ടാളും കൂടെ കടം വീട്ടിൽ നിന്നൊക്കെ പറഞ്ഞാൽ പിന്നെ അവളങ്ങ് പോയി ഒരു ദിവസം. പിന്നെ അവൻ ഒറ്റയ്ക്ക് എന്ത് ചെയ്യും എന്നുള്ള ഇതിൽ ആകെ തകർന്നു പോയതാണ്. കടം വീട്ടിലാണ് ഞങ്ങൾക്ക് ഈ 11-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട ഒരവസ്ഥയിലേക്കാണ്. ഞങ്ങൾ ഒരാളോട് കുറച്ച് പൈസ വാങ്ങിയിരുന്നു തൽക്കാലമായിട്ട് വീടിൻ്റെ പണി തീർക്കാനും. പിന്നെ പെട്ടെന്ന് ആദ്യം ഫസ്റ്റിലൊക്കെ ചികിത്സയ്ക്കായിട്ടൊക്കെ അത് 2 കൊല്ലത്തെ അവധി ഇപ്പോൾ കഴിയുക. അവർ 11-ാം തീയതി ആകുമ്പോൾ വീട്ടിൽ നിന്ന് മാറണം. അവർക്ക് അവർ ലീസിന് കൊടുത്ത പോലെ കൊടുത്തതായിരുന്നു. അപ്പോൾ അവർ വന്നില്ല. ഞങ്ങൾ ആദ്യം താമസിച്ച വീട് പണീൻ്റെ സമയത്ത് പിന്നെ പണി തീർത്തിങ്ങോട്ട് വേഗം കൂടി. അങ്ങനെ പിന്നെ സുഖമില്ലാണ്ടായി. കടായിരം പിന്നെ ഒരാളോട് കുറച്ച് പൈസ വാങ്ങി ഞങ്ങൾ അത്യാവശ്യമുള്ള കടങ്ങൾ തീർത്തതാണ്. ആ പൈസ ഇപ്പോൾ കൊടുക്കാൻ കിടക്കുന്ന 6 ലക്ഷം റുപ്യ. അവർ ഇവിടേക്ക് താമസിക്കുക പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് അവർ നല്ലൊരു കാര്യം ചെയ്ത് അവർ വന്നില്ല അങ്ങോട്ട് താമസിക്കുക. അവർ വാടക വീട്ടിൽ തന്നെ താമസിച്ച് ഞങ്ങളോട് ഇവിടെ താമസിച്ചോളാൻ പറഞ്ഞ്. പിന്നെ സുഖമില്ലാത്തതുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് എങ്ങോട്ടും പോകാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനെ 2 കൊല്ലം അവർ നോക്കിയിട്ടാണ് ഞങ്ങളെ വീട്ടിൽ തന്നെ താമസിച്ചത്. ഇപ്പോൾ അവർക്ക് അടുത്ത മാസം 11-ന് അവർ പറയുന്നു എന്തായാലും നിങ്ങൾ വീട് മാറിത്തരണം. വരെ എങ്ങോട്ടും പോകാനുമില്ല. അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിലപ്പം സുഖേടും അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്നൊന്നും അറിയില്ല. $55 ലക്ഷത്തോളം രൂപയാണ് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കായി ഇവർക്ക് വേണ്ടത്. അതിനായി സുമനസ്സുകളുടെ സഹായം തേടുകയാണ് മിഥുനും കുടുംബവും.